പ്രിയപ്പെട്ടവരെ, മുജീബാണ്. ഈ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ പള്ളിമുക്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹ സൽക്കാരത്തിനിടയിൽ നടന്ന ഒരു അടിപിടിയുടെ പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയെ ആകെ അപമാനിക്കുന്ന തരത്തിലും പരിഹസിക്കുന്ന തരത്തിലും സോഷ്യൽ മീഡിയയിലും ചില ദൃശ്യ മാധ്യമങ്ങളിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇത് കുറേ കാലമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇത്തരത്തിൽ കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ എന്തെങ്കിലും അടിപിടി നടന്നാൽ അത് ആ ജില്ലയുടെ കുഴപ്പമാണ്, ജില്ലയിലുള്ള ആളുകളുടെ ആകെ കുഴപ്പമാണ് എന്ന തരത്തിൽ പരിഹാസ രൂപത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത്. ഇങ്ങനെയുള്ള നിസ്സാര കാര്യത്തിന് അടിപിടി നടക്കുന്നത് കൊല്ലത്ത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഇങ്ങനെയുള്ള അടിപിടികൾ നടക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ഇടങ്ങളിൽ ഇത്തരത്തിൽ അടിപിടി നടക്കുമ്പോൾ അതൊരു പ്രാദേശിക വാർത്ത മാത്രമായിട്ട് ചുരുങ്ങിപ്പോവുകയും കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും ഇങ്ങനെയൊന്ന് നടന്നാൽ അത് കൊല്ലം ജില്ലയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു അന്തർ സംസ്ഥാന വാർത്തയായി മാറുകയും ചെയ്യുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ദൗർഭാഗ്യവശാൽ ഇത്തരത്തിൽ കൊല്ലം ജില്ലയെ ടാർഗറ്റ് ചെയ്ത് പരിഹസിക്കുന്ന തരത്തിൽ ഈ വാർത്ത പ്രചരിപ്പിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലക്കാർ തന്നെയായ റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാറും 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായരും ആണ് എന്നുള്ളതാണ്. ദയവായി ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ പേരിൽ ഈ ജില്ലയിലുള്ള ആളുകളെ മുഴുവനായി പരിഹസിക്കുന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കരുത്. ഇത്തരം സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ മറ്റൊരു ജില്ലയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ അടിപിടി ഉണ്ടായ സ്ഥലപ്പേര് വെച്ചിട്ടായിരിക്കും ആ വാർത്ത വരുന്നത്. അത് പ്രാദേശികമായ വാർത്തയായിരിക്കും. അത് അവിടെ മാത്രം ഒന്ന് പ്രചരിച്ച് ഒതുങ്ങിപ്പോകുന്ന ഒരു വാർത്തയായിരിക്കും. പക്ഷേ കൊല്ലം ജില്ലയിൽ വരുമ്പോൾ കൊല്ലം ജില്ലയുടെ ഏത് പ്രാന്ത പ്രദേശത്ത് നടന്നൊരു സംഭവമാണെങ്കിൽ പോലും അത് കൊല്ലത്ത് എന്നുള്ള നിലയിൽ അതിനെ സാമാന്യവൽക്കരിച്ച് ആണ് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത്. കൊല്ലം ജില്ലക്കാരെ ആകെ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ പരിഹസിക്കുന്നതിൽ കൊല്ലം ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ അതിയായ വേദനയുണ്ട്. ഇങ്ങനെയുള്ള പ്രചാര വേലകളിൽ ഏർപ്പെടുന്നവർ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം. ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി.